गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഹൃദം കേവലജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന മഹൽ കൂട്ടായ്മയുടെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രികൾ അവറുകൾ, മുഖ്യ അഡ്മിൻ അനിൽജി അവറുകൾ, സുലേഖ മാം, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, പഠിതാക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നടന്ന് വരുന്ന ആത്മോപദേശ ശതകം എന്ന മഹായജ്ഞാചരണത്തിൽ പങ്കാളിയാകുവാൻ ഗുരുദേവൻ്റെയും അറിവിൻ്റെ അമ്മത്തമ്പുരാട്ടിയായ ശാരദാദേവിയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ആത്മോപദേശ ശതകത്തിലെ 30ാമത്തെ ശ്ലോകമാണ് മനനം ചെയ്യുവാൻ കിട്ടിയിരിക്കുന്നത്. 30ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. ജഡമറിവിലറിവിന്നു ചിന്തയില്ല, ഓതിയിടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലിൽ ഉടലിൽ അമർന്നുഴലുന്നതില്ല നൂനം. ജഡമറിവില്ല, ജഡത്തിന് ഒന്നും അറിയുവാനുള്ള കഴിവില്ല. അറിവിനു കേവല ബോധത്തിനും ചിന്തയില്ല. ജഡസ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല, ഓതിടുകയുമില്ല അറിവ്. ശുദ്ധബോധം സംസാരിക്കുകയുമില്ല. എന്നറിഞ്ഞ് ഈ കാര്യം നല്ലതുപോലെ ധരിച്ച് സർവം വിടുകിൽ ജഡസങ്കല്പങ്ങൾ മുഴുവൻ കൈവെടിയുമെങ്കിൽ അവൻ വിശദാന്തരംഗനായി ചിത്തശുദ്ധിയുടെ കേവലബോധാനുഭാവം നേടി ഉടലിലമർന്നുഴലുന്ന ജനന മരണങ്ങളിൽപ്പെട്ട് ദുഃഖിക്കുവാൻ ഇടവരുന്നതുമില്ല എന്ന് തീർച്ച. ജഡത്തിന് ഒന്നും അറിയുവാനുള്ള കഴിവില്ല. കേവലബോധത്തിന് ജഡസ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല. ശുദ്ധബോധം സംസാരിക്കുകയുമില്ല. ഈ കാര്യം നല്ലതുപോലെ ധരിച്ച് ജഡസങ്കല്പങ്ങൾ മുഴുവൻ കൈവെടിയുമെങ്കിൽ ആ സത്യാന്വേഷി ചിത്തശുദ്ധിയിലൂടെ കേവലാനന്ദ ബോധഭാവം നേടി ജഡദേഹത്തിൻ്റെതായ ജനന മരണ ഭ്രമങ്ങളിൽപ്പെട്ട് ദുഃഖിക്കുവാൻ ഇടവരില്ല എന്ന് തീർച്ച. സത്യം തിരയുന്നയാൾക്ക് പ്രാഥമിക ദശയിൽ ജഡത്തിൻ്റെയും ബോധത്തിൻ്റെയും കൂടിക്കലർപ്പാണ് പ്രപഞ്ചമെന്ന് തോന്നും. ഇവയെ വിശകലനം ചെയ്ത് രണ്ടിൻ്റെയും ശുദ്ധരൂപം ഗ്രഹിച്ച് കഴിയുമ്പോൾ ബോധം മാത്രം സത്യമാണെന്നും ജഡം മരുഭൂമിയിലെ വെള്ളം പോലെ ഇല്ലാത്തതിൻ്റെ തോന്നൽ മാത്രമാണെന്നും തെളിയും. ജഡവും ബോധവും അഥവാ ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ് ഇരുട്ടും വെളിച്ചവും. ഒന്ന് മറ്റൊന്നിൽ നിന്നുണ്ടാവുകയോ പരസ്പരം കൂടിക്കലരുകയോ സാധ്യമല്ല. അതുപോലെ ജഡവും ബോധവും പരസ്പരം കൂടിക്കലരുകയോ അത് മറ്റൊന്നിൽ നിന്നുണ്ടാവുകയോ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ വെളിച്ചം മാത്രമാണ് വസ്തുത.
ഇരുട്ട് ഒരു വസ്തുതയല്ല. വെളിച്ചത്തിന് മങ്ങൽ തട്ടുമ്പോൾ വെറുതെ ഉണ്ടാകുന്ന തോന്നൽ മാത്രം ആ കാഴ്ച. ഇരുട്ട് പൂർണ്ണമായ വെളിച്ചം വന്നാൽ ഇരുട്ട് അപ്പാടെ ഇല്ലാതാവുകയും ചെയ്യും. ഇതുപോലെയാണ് ജഡവും ബോധവും. ബോധം മാത്രമാണ് വസ്തുത. ജഡം ഒരു വസ്തുതയല്ല. ബോധാനുഭവത്തിന് മങ്ങൽ തട്ടുമ്പോൾ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് ജഡം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.